ഒരു കുട്ടി വാപ്പാനോട് ഒന്ന് പറഞ്ഞു, വാപ്പാ നിങ്ങൾ ക്ഷമിക്കണം, കേട്ടയത്തുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ 10 ചോദ്യം ഉണ്ടായിന്, 5 എണ്ണം പഴച്ചിക്കണം. അപ്പോൾ വാപ്പ തലയിലൊക്കെ കൊട്ടി സമാധാനിച്ചു, സാരല്ലോ എന്നെ 10 എണ്ണല്ലേനോ, 5 എണ്ണല്ലേ പഴച്ചിട്ടുള്ളൂ, ബാക്കി 5 എണ്ണം ഉണ്ടാവില്ലേ? ഓൻ പറഞ്ഞു, വാപ്പ ബാക്കി 5 എണ്ണം എഴുതിയിട്ടില്ല. നമ്മളടുത്ത് ആകെ ഉണ്ടായതിന് ഒരു ലൈഫായ ഹദീസാണ്. അപ്പം എല്ലാവരും വിചാരിച്ച ഒരായത്തുണ്ടല്ലോ, കേട്ട് നോക്കുമ്പോൾ ആ ആയത്തിൽ അത് ഇല്ലല്ലോ, ഇതുപോലെയായി. എന്നിട്ട് ഞാൻ പറയാം, ഇതൊക്കെ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു തരുമ്പുണ്ടോ കിട്ടാൻ? ഇല്ല. അപ്പൊ ഇത്രയും ഉഷാറായി ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് പരലോകത്ത് ഉപകരിക്കണമെന്ന് കരുതിയിട്ട് ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുക. അത്രയും അധിഷ്ഠിതമാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് ഇത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എവിടെ? നിങ്ങളെ വീട്ടിലും നിങ്ങളെ കുടുംബത്തിലും. യാ അല്ലാ, രാത്രിയാവുമ്പോൾ ഒരു എവറഡിന്റെ മുമ്പ് എല്ലായിടത്തും ചെയ്ത്താൻ പറമ്പും ചെയ്ത്താൻ തൊടുകയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനവും എവറടി ടോർച്ചും ഏകദേശം ഒരേ കാലത്തിലാണ് വന്ന്. ഇത് രണ്ടുമാണ് വന്നപ്പോൾ ഒരുവിധം പറമ്പൊക്കെ ഒഴിഞ്ഞത്. ഇപ്പൊ ടോർച്ചൊക്കെ ചൈനയായപ്പോൾ ചൈന മുജാഹിദ് ഇറങ്ങി തുടങ്ങി. വെളിച്ചമല്ല, അടിച്ചവിട്ട് കണ്ണും കാണൂല. അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.